ഈ തീരദേശ മേഖല ഒരുപാട് പ്രശ്നങ്ങൾ അത് ഓരോ തെരഞ്ഞെടുപ്പിലും ബാധിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാകട്ടെ ലോക്സഭാ തെരഞ്ഞെടുപ്പാകട്ടെ അത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങൾ അത് നീറുന്ന പ്രശ്നങ്ങൾ തന്നെയാണ്. അതെ, മാറി സാധിച്ചില്ല. ഓരോ സർക്കാർ എത്തുമ്പോഴും വാഗ്ദാനങ്ങൾ നൽകുന്നു, അല്ലെങ്കിൽ ഓരോ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് എത്തുമ്പോഴും അത്തരത്തിലുള്ള നടപടിയിലേക്ക് പോകുന്നില്ല. പക്ഷെ അതുകൊണ്ട് തന്നെ ഒരു കൃത്യമായ ഒരു ചർച്ച അവർ മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. അല്ലെ, ലത്തീൻ അതിരൂപതയാണ് അത്തരത്തിലൊരു അവകാശ പത്രിക സ്ഥാനാർത്ഥികൾക്ക് മുന്നിൽ സമർപ്പിച്ചിട്ടുള്ളത്. ഈ തീരദേശ മേഖലയിലെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട അവകാശ പത്രിക ലത്തീൻ അതിരൂപത മുന്നണികൾക്ക് മുന്നിൽ അവതരിപ്പിച്ചിരിക്കുകയാണ്. ശശി തരൂരും NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരും അത്തരത്തിലൊരു ചർച്ചയിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ആ വാർത്തയിലേക്ക്. തിരുവനന്തപുരം ലത്തീൻ അതിരൂപത രാഷ്ട്രീയകാര്യ സമിതിയാണ് ലോക്സഭാ സ്ഥാനാർത്ഥികളുമായി മുഖാമുഖം പരിപാടി സംഘടിപ്പിച്ചത്. വിഴിഞ്ഞവും മുതലപ്പുഴയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തന്നെയാണ് പ്രധാന ചർച്ച. വിഴിഞ്ഞം സമരവുമായി ബന്ധപ്പെട്ട് മുഴുവൻ കേസുകളും പിൻവലിക്കണമെന്ന് അവകാശ പത്രികയിൽ ആവശ്യപ്പെട്ടു. ഒപ്പം തീരദേശങ്ങളിലെ ആശങ്ക പരിഹരിക്കണമെന്ന ആവശ്യവും ലത്തീൻ സമൂഹം മുന്നോട്ട് വെച്ചു. വിഴിഞ്ഞം തുറമുഖം മൂലമുണ്ടാകുന്ന തീരശോഷണം, ഭവനശോഷണ നഷ്ടവും മറ്റു പ്രശ്നങ്ങളും ശാശ്വതമായി പരിഹരിക്കുന്നതിനുള്ള നടപടികൾ കൈക്കൊള്ളുന്നു. ക്രിസ്ത്യൻ സമൂഹം നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിച്ച JB കോശി റിപ്പോർട്ട് പുറത്തുവിടണമെന്നും രാജ്യത്ത് ജാതി സെൻസസ് നടത്തണമെന്നും സഭ ആവശ്യപ്പെട്ടു. അവകാശ പത്രികയിൽ ഉന്നയിച്ച വിഷയങ്ങളിൽ സ്ഥാനാർത്ഥികൾ മറുപടി നൽകി. താൻ വിജയിച്ചാൽ തീരദേശം ഉൾപ്പെടെയുള്ള എല്ലാ മേഖലയുടെയും സമഗ്ര വികസനമാണ് തന്റെ ലക്ഷ്യമെന്ന് NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. എന്റെ വിഷൻ നെയ്യാറ്റിൻകര പാഠശാലയിൽ ഒരു പുതിയ ടെക്നോ പാർക്ക്, എയിംസ്, അതെല്ലാം ഐഡിയാസ് കൊണ്ട് ഒരു ഡോക്യുമെന്റ് ഉണ്ടാക്കി അത് എന്റെ ഒരു ഡെലിവറികളായിരിക്കും വരുന്ന 5 കൊല്ലം. ഫൈനാൻഷ്യൽ മിസ്മാനേജ്മെന്റ് ഉള്ള അവരുടെ അടുത്ത് ആശില്ല. ഞാൻ ഉറപ്പ് തരുന്നു, ഇത് സെൻട്രൽ ഗവൺമെന്റ് കടലാക്രമണത്തിന് ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കി ഫിഷിംഗ് ഹാർബർ ഇൻക്ലൂസീവ് ആ ഒരു മാസ്റ്റർ പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ഉറപ്പ് ഞാൻ ഇന്ന് തരുന്നു. അതാണ് സൊല്യൂഷൻ. അവിടെ പീസ് മീലായിട്ട് നോക്കുന്ന ഒരു എഫേർട്ട് അല്ല വേണ്ടത്. അത് കോംപ്രിഹെൻസീവ് പ്രൊട്ടക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ് പ്ലാനാണ് വേണ്ടത്. അത് ഞാൻ എനിക്ക് ചെയ്യാൻ അതിന് താല്പര്യമുണ്ട്, കഴിവുണ്ട്. അധികാരത്തിൽ വന്നാൽ തീരദേശ വകുപ്പ് രൂപീകരിക്കുമെന്നാണ് ശശി തരൂരിന്റെ പുതിയ വാഗ്ദാനം. അവരെ സഹായിക്കാനുള്ള ചില നമ്മൾ സാമൂഹ്യ ഗ്രൂപ്പ്സും നമ്മുടെ പള്ളിയിൽ ചില ആക്ടിവിറ്റീസ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ തന്നെ 1-2 കാര്യത്തിൽ ഉദ്ഘാടനം ചെയ്ത വ്യക്തി, എനിക്കറിയാം ചില ശ്രമങ്ങളുണ്ട്. പക്ഷെ ഇതൊരു വാർ ഫുട്ടിൽ ചെയ്യാൻ സംസ്ഥാന സർക്കാർ ഉൾപ്പെടുത്തിയതിന് വേണം അവർ ഇതിനു വേണ്ടി കുറച്ച് പൈസ ചെലവാക്കാൻ തയ്യാറാണ്. ബാക്കിയെല്ലാം ഈ ജാതി ക്ലാസ് സെൻസസ്, സോഷ്യോ എക്കണോമിക് ക്ലാസ് സെൻസസ് ചെയ്യാൻ ഞങ്ങളാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ പാർട്ടിയുടെ ആവശ്യമാണ്. ഞങ്ങളുടെ പ്രകടനത്തിൽ വരാൻ പോകുന്നത്. അപ്പം നിങ്ങൾ പറയുന്ന ആവശ്യം ഞങ്ങളുടെയും വേണം. പിന്നെ അവസാനത്തിൽ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, നിങ്ങളുടെ ലാസ്റ്റ് പോയിന്റ് എന്താണ്? ഒരേ ഒരു ഞാൻ പറഞ്ഞ കാര്യം, ഒരു സെപ്പറേറ്റ് മിനിസ്ട്രി. ആ മിനിസ്ട്രി നിങ്ങൾക്ക് കിട്ടും, ഞങ്ങളെ വിജയിപ്പിക്കുന്നത് മാത്രമാണ്. മത്സ്യത്തൊഴിലാളികളുടെ ചോദ്യങ്ങൾക്കും സ്ഥാനാർത്ഥികൾ മറുപടി പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികളിൽ ആയിരുന്നതിനാൽ LDF സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രൻ പരിപാടിയിൽ പങ്കെടുത്തില്ല. ജനം, തിരുവനന്തപുരം.